എൻ്റെ പേര് ലിറ്റി റിജോ. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ ഇരിഞ്ഞാലക്കുട രൂപത കൊടുങ്ങടവയിൽ നിന്നാണ് വരുന്നത്. ഞാൻ വർക്ക് ചെയ്യുന്നത് സൗദിയിലാണ്. ഞാൻ ഉടമ്പടി എടുത്ത് 2019 നവംബർ 27 വെക്കേഷൻ വന്നപ്പോഴാണ്. അതിനുശേഷം വന്ന് എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റിയില്ല, കാരണം കൊറോണ ആയിട്ട് ഇവിടെ വരാൻ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അതിൽ 6 സാക്ഷ്യങ്ങളിൽ 3 കാര്യങ്ങൾ എനിക്ക് നടന്നു കിട്ടി. ഒന്നാമത്തെ കാര്യം സ്ഥല കച്ചവടമാണ്. ഞങ്ങൾ ഒരു 8 വർഷമായിട്ട് വാങ്ങിച്ച സ്ഥലം, ഒരു 75 സെൻറ്റ് സ്ഥലം, അത് വിൽക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. കുറേ പ്രാവശ്യം വാങ്ങിച്ചപ്പോൾ തൊട്ട് ശ്രമിക്കുന്നതാണ് വിൽക്കാനായിട്ട്. ഉടമ്പടി ഉപ്പ് കൊണ്ടുപോയി വെതറിയതിൻ്റെ ഫലമായി സ്ഥല കച്ചവടം റീസെൻ്റ്ലി നടന്നു കിട്ടി. രണ്ടാമത്തെ കാര്യം, 75 സെൻറ്റ് സ്ഥലം വളരെ ബുദ്ധിമുട്ടായിരുന്നു വിൽക്കാനായിട്ട്. കുറേ ട്രൈ ചെയ്തു, വാങ്ങിച്ച അപ്പം തൊട്ട് ട്രൈ ചെയ്യുന്നത് നടക്കുന്നുണ്ടായിരുന്നില്ല. കാരണം ഇത് വീടിൻ്റെ അടുത്തിരി ദൂരമുണ്ട്, പിന്നെ അത് മല സൈഡാണ്, ആരും വാങ്ങിക്കുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ അത് നടന്നു കിട്ടി. രണ്ടാമത്തെ കാര്യം, അനിയൻ്റെ വൈഫിൻ്റെ OET എക്സാം പാസ്സായ കാര്യമാണ്. അത് അവൾ 4 പ്രാവശ്യം കൂടുതൽ IELTS എഴുതിയിട്ടുണ്ട്, 2 പ്രാവശ്യം OET എക്സാം എഴുതി. ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവൾ പാസ്സായി. ഇപ്പോൾ ഹസ്ബൻഡും കുഞ്ഞിനെയും കൊണ്ടുപോയി. മൂന്നാമത്തെ കാര്യം, അനീത്തിയുടെ ഹസ്ബൻഡ് കാനഡയ്ക്ക് ജോലിക്ക് അപ്ലൈ ചെയ്തിട്ട് കുറേ കഷ്ടപ്പെട്ടാണ് ശരിയായത്. കാനഡയ്ക്ക് ചെന്നതിന് ശേഷം അവിടെ എയർപോർട്ടിലെത്തി ഓൺ ദി വേയിൽ തന്നെ അവൻ്റെ വിസ ക്യാൻസലായിരുന്നു. ട്രാവൽ ചെയ്യുന്നതിൻ്റെ പേരിലാണ്ട് അവൻ മെസ്സേജൊന്നും കണ്ടില്ല ക്യാൻസലായ കാര്യം. അവിടെ എയർപോർട്ടിൽ ചെന്നപ്പോഴാണ് അറിയുന്നത് ക്യാൻസലായെന്ന്. എമിഗ്രേഷനിൽ ഭയങ്കര പ്രോബ്ലമായി. അവൻ്റെ പേരിൽ കുറ്റമൊന്നുമില്ലാന്ന് കണ്ടതിൻ്റെ പേരിൽ അവർ സമ്മതിച്ചു പുറത്ത് കിടക്കാൻ. പക്ഷേ അത് കേസായി. അവനൊരു 3-4 വർഷമായിട്ട് ഇപ്പോൾ കണ്ടിന്യൂസ് അവിടെയായിരുന്നു, കാരണം കേസ് തീരുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവന് കൊറോണ വന്നതിൻ്റെ പേരിൽ കുറേ പേരെ ഫ്രീ ആക്കി വിട്ടു, കേസിൽ നിന്ന് ഫ്രീ ആക്കി വിട്ടു. അതിൽ അവനും ഉൾപ്പെട്ടു. അങ്ങനെ ഇപ്പോൾ PR അപ്ലൈ ചെയ്ത് അനീത്തിയും കുട്ടികളും കൂടെ അങ്ങോട്ട് പോകാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. ഇത്രയും കാര്യങ്ങൾ ചെയ്തെന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി എന്ന് പറയുന്നു.